ഹായ് ഓൾ, ഏണസ്റ്റ് അക്കാദമിയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കേരള PSCയുടെ ലീഗൽ മെട്രോളജി ഇൻസ്പെക്ടർ എന്ന യൂണിഫോം പോസ്റ്റിലേക്ക് തയ്യാറെടുക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു സ്പെഷ്യൽ വീഡിയോ ആണ് ഇന്നിവിടെ നമ്മൾ കൊടുക്കുന്നത്. അതായത് നമുക്കറിയാം, ബിടെക് കഴിഞ്ഞവർക്കും അതുപോലെ തന്നെ ഫിസിക്സ്, കെമിസ്ട്രി എന്നീ സബ്ജക്റ്റിൽ ബിരുദം നേടിയവർക്കും അതുപോലെ ഡിപ്ലോമ ഇൻ എഞ്ചിനീയറിംഗ് കഴിഞ്ഞവർക്കുമാണ് പ്രധാനമായിട്ട് നമ്മുടെ ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റിയിരുന്നത്. നമ്മുടെ അപ്ലൈ ചെയ്യുന്ന ലാസ്റ്റ് ഡേറ്റ് ഇക്കഴിഞ്ഞ ഫെബ്രുവരി 4 ക്ലോസ് ചെയ്തു എന്നുള്ളതാണ്. അപ്പോൾ കേരള PSCയുടെ കലണ്ടർ പ്രകാരം നമുക്ക് എപ്പോഴേക്കാണ് ഈ എക്സാം എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റുക എന്ന് ചോദിച്ചാൽ ഓഗസ്റ്റ് മുതൽ ഒക്ടോബർ വരെ, അതായത് ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ ഈ 3 മാസത്തിൽ എപ്പോൾ വേണമെങ്കിലും നമുക്ക് ഈ ലീഗൽ മെട്രോളജി ഇൻസ്പെക്ടർ എന്ന് പറയുന്ന എക്സാമിനെ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അപ്പോൾ കറക്റ്റായിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ മുന്നിൽ ഇനി ഒരു വെറും 5 മാസമാണ് നമ്മളുടെ മുന്നിലുള്ളത്. ഈ 5 മാസത്തേക്കുള്ള പ്രിപ്പറേഷൻ എന്ന് പറയുന്നത് നമ്മൾ വൈകി തുടങ്ങിയാൽ മാത്രം പോരാ, നമ്മൾ ഇപ്പോൾ തന്നെ തുടങ്ങണം നമ്മളുടെ പ്രിപ്പറേഷൻ. എന്നാൽ മാത്രമേ ഈ 5 മാസം കഴിഞ്ഞ് വരുന്ന ഈ എക്സാമിന് വേണ്ടിയിട്ട് നമ്മൾ കഠിനമായിട്ടുള്ള പരിശ്രമം ചെയ്യുവാനും അതുപോലെ നമ്മുടെ റാങ്ക് ലിസ്റ്റിൽ നമുക്ക് കയറി പറ്റാനും സാധിക്കുള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ എന്താണ് ഡീറ്റെയിൽ ആയിട്ട് പറയാൻ പോകുന്നത് ചോദിച്ചാൽ, നിങ്ങൾക്ക് സിലബസ് നോക്കിയാൽ മനസ്സിലാവും നിങ്ങളെ ഈ എക്സാമിന് കെമിസ്ട്രി എന്നൊരു സബ്ജക്റ്റിൽ നിന്ന് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് തീർച്ചയായിട്ടും ഉണ്ടാവും. ആ കെമിസ്ട്രി എന്ന സബ്ജക്റ്റിനെ നിങ്ങൾ എങ്ങനെ അപ്രോച്ച് ചെയ്യണം, എങ്ങനെ അപ്രോച്ച് ചെയ്താൽ നിങ്ങൾക്ക് മാക്സിമം സ്കോർ അതിൽ നേടാൻ വേണ്ടി സാധിക്കും എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ലീഗൽ മെട്രോളജി ഇൻസ്പെക്ടറുടെ സിലബസ് നമ്മൾ നോക്കുകയാണെങ്കിൽ നിങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ബേസിക്സ് ഓഫ് ഇലക്ട്രോണിക് മെഷർമെന്റ് സിസ്റ്റം 10 മാർക്കിനാണ് ചോദിച്ചിരിക്കുന്നത്. ബേസിക്സ് ഓഫ് കമ്പ്യൂട്ടർ 10 മാർക്കിനാണ് ചോദിച്ചിരിക്കുന്നത്. മാത്തമാറ്റിക്സ് 20 മാർക്കിനാണ് ചോദിച്ചിരിക്കുന്നത്. പക്ഷേ കെമിസ്ട്രി, ഫിസിക്സ് ഈ 2 സബ്ജക്ട്സ് എത്ര മാർക്കിന് വീതമാണ് ചോദിച്ചിരിക്കുന്നത് ചോദിച്ചാൽ 30 മാർക്ക്. നിങ്ങൾ ശ്രദ്ധിക്കുക, 30 മാർക്ക് വീതമാണ് കെമിസ്ട്രിക്കും ഫിസിക്സിനും അവർ ചോദിച്ചിരിക്കുന്നത്. അതായത് 100 മാർക്കിന്റെ ടോട്ടൽ ക്വസ്റ്റ്യൻ, 100 മാർക്കിന്റെ ടോട്ടൽ ക്വസ്റ്റ്യനിലെ 60 മാർക്കും എവിടെ നിന്നാണ് വരുന്നത്? കെമിസ്ട്രിയിൽ നിന്നും അതുപോലെ ഫിസിക്സിൽ നിന്നുമാണ്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും കെമിസ്ട്രിക്കും ഫിസിക്സിനും എത്രത്തോളം വെയിറ്റേജ് ഈ ഒരു പോസ്റ്റിന്റെ എക്സാമിന് നമുക്കുണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. അതിൽ തന്നെ 30 മാർക്ക് ഏതിനാണ് ചോദിച്ചിരിക്കുന്നത്? നമ്മുടെ കെമിസ്ട്രി എന്ന് പറയുന്ന സബ്ജക്റ്റിനാണ് നമ്മൾക്ക് 30 മാർക്കിന് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ട്, അത്രയും സീരിയസ് ആയിട്ട് തന്നെ നിങ്ങൾ എന്തിനെ അപ്രോച്ച് ചെയ്യണം? കെമിസ്ട്രി എന്ന സബ്ജക്റ്റിനെ നിങ്ങൾ അപ്രോച്ച് ചെയ്യണം എന്നുള്ളതാണ് നമുക്ക് ഇന്ന് അറിയാൻ പറ്റുന്നത്. ഇനി നമുക്ക് നമ്മുടെ സബ്ജക്റ്റിലേക്ക് വരാം. അതായത് 30 മാർക്കിന് ചോദിക്കുന്ന നമ്മളുടെ കെമിസ്ട്രി, അതിൻ്റെ സിലബസ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് വീണ്ടും ഒന്ന് അനലൈസ് ചെയ്താൽ ആകെ 10 മൊഡ്യൂളാണ് ഈ 30 മാർക്കിൽ അവർ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത്. ഓരോ മൊഡ്യൂളിനും സ്പെസിഫിക് ആയിട്ട് സെപ്പറേറ്റ് മാർക്സ് തന്നെ അവർ കൊടുത്തിട്ടുണ്ട്. അതിൽ ഫസ്റ്റത്തെ മൊഡ്യൂളാണ് സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ. അതിൽ നോക്കാം, നമുക്കറിയാം പ്രധാനമായിട്ടും 3 സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ ആണുള്ളത്: സോളിഡ്, ലിക്വിഡ്, ഗ്യാസ്. പക്ഷേ നിങ്ങൾ സിലബസ് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും മറ്റ് പോസ്റ്റുകളിൽ കണ്ടുവരുന്ന സിലബസ് പോലെയല്ല. അതായത് നമ്മുടെ കെമിസ്ട്രിക്ക് വളരെ സ്പെസിഫിക് ആയിട്ട്, വളരെ സെലക്റ്റീവ് ആയിട്ടുള്ള പോർഷൻസ് മാത്രമേ നമ്മുടെ സിലബസിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. സോളിഡ് സ്റ്റേറ്റിൽ നിന്ന് അവർ എന്തൊക്കെയാണ് ചോദിക്കുന്നത് നോക്കിയേ. ക്രിസ്റ്റലൈൻ ആൻഡ് അമോർഫസ് സോളിഡ്സ്, അതായത് സോളിഡ്സിന്റെ സെപ്പറേറ്റ് ക്ലാസിഫിക്കേഷൻസും അതുപോലെ തന്നെ ടൈപ്സും, എക്സ്ട്രാ ആയിട്ട് വരുന്നത് ബ്രാഗ്സ് ഇക്വേഷൻ അഥവാ എക്സ്റേ ഡിഫ്രാക്ഷൻ എക്സ്പ്ലെയിൻ ചെയ്യുന്ന നമ്മുടെ ബ്രാഗ്സ് ഇക്വേഷനും അതുപോലെ ഇംപെർഫെക്ഷൻസും ആണ് നമ്മൾ സോളിഡ് സ്റ്റേറ്റിൽ പഠിക്കേണ്ടതായിട്ടുള്ളൂ. അതുപോലെ ലിക്വിഡ് സ്റ്റേറ്റിലാണെങ്കിൽ ലിക്വിഡ്സിന്റെ പ്രോപ്പർട്ടീസ് ആയിട്ടുള്ള വേപ്പർ പ്രഷർ, സർഫസ് ടെൻഷൻ, വിസ്കോസിറ്റി, ഇത് 3 മാത്രമേ നമുക്ക് പഠിക്കേണ്ട ആവശ്യം ഇതിൽ വരുന്നുള്ളൂ, ലിക്വിഡ് സ്റ്റേറ്റ് എന്ന സ്പെസിഫിക് ടോപ്പിക്കിൽ വരുന്നുള്ളൂ. എന്നാൽ ഗ്യാഷ്യസ് സ്റ്റേറ്റ് എടുക്കുകയാണെങ്കിലോ ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ, അതുപോലെ കൈനറ്റിക് തിയറി, 3 മോളിക്കുലർ വെലോസിറ്റീസ്, അതായത് മോസ്റ്റ് പ്രോബബിൾ, RMS വെലോസിറ്റി ആൻഡ് ആവറേജ് വെലോസിറ്റി, ഈ 3 വെലോസിറ്റീസിൻ്റെയും ഇന്റർ റിലേഷൻസും അവരുടെ ഫോർമുലാസും അടങ്ങിയതാണ് നമ്മുടെ ഫസ്റ്റ് മൊഡ്യൂൾ എന്ന് പറയുന്നത്. ഇനി സെക്കൻഡ് മൊഡ്യൂളിലേക്ക് നമ്മൾ കടക്കുക എന്ന് വിചാരിക്കട്ടെ. 3 മാർക്കിനാണ് സെക്കൻഡ് മൊഡ്യൂൾ ഉള്ളത്. ആ സെക്കൻഡ് മൊഡ്യൂളിലെ പോർഷൻസ് നോക്കുക. കോൺസെൻട്രേഷൻ എക്സ്പ്രസ് ചെയ്യാനുള്ള, അതായത് സൊല്യൂഷൻസ് എന്ന് പറയുന്ന മൊഡ്യൂളിൽ കോൺസെൻട്രേഷൻ എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിച്ച് വരുന്ന മൊളാരിറ്റി, മൊളാലിറ്റി, നോർമാലിറ്റി, മോൾ ഫ്രാക്ഷൻ,
ഇത് നാലുമാണ് നമ്മുടെ സിലബസിൽ സ്പെസിഫിക് ആയിട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി അതുപോലെ തന്നെ റൗൾട്ട്സ് ലോയും അതുപോലെ നമ്മുടെ 4 കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസും ഉണ്ട്. അവരുടെ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസിന്റെ സ്പെസിഫിക്കേഷൻ നമുക്ക് പഠിക്കാനുണ്ട്. 4 ടൈപ്സ്, അതിന്റെ കാൽക്കുലേഷൻസും നമ്മുടെ ഈ സൊല്യൂഷൻസ് എന്ന് പറയുന്ന മൊഡ്യൂൾസിൽ വരും. അപ്പോൾ ടോട്ടൽ 3 മാർക്സ് ആണ് ഈ സൊല്യൂഷൻസ് എന്ന് പറയുന്ന സ്പെസിഫിക് ടോപ്പിക്കിൽ നിന്ന് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ വേണ്ടി പറ്റുന്നത്. ഇനി അടുത്ത മൊഡ്യൂൾ നോക്കുകയാണെങ്കിൽ ഇലക്ട്രോ കെമിസ്ട്രി. 2 മാർക്കിനെ ഇലക്ട്രോ കെമിസ്ട്രിയിൽ നിന്നുള്ളൂ. എന്നാൽ കൂടിയും കൊടുത്ത കണ്ടന്റ് അത്രയും തന്നെ എന്താണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ളതാണ്. അതായത് സ്പെസിഫിക് ഇക്വലന്റ് കണ്ടക്റ്റൻസ് ആൻഡ് മോളാർ കണ്ടക്റ്റൻസ്, അതുപോലെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഇലക്ട്രോ കെമിക്കൽ സെൽസ്, ദെൻ റെഫറൻസ് ഇലക്ട്രോഡ്സ്, സെൽ റിയാക്ഷൻ, നേൺസ്റ്റ് ഇക്വേഷൻസ് ആൻഡ് ഫ്യൂവൽ സെൽ. ഇത്രയും ഭാഗങ്ങൾ അടങ്ങിയതാണ് നമ്മുടെ ഇലക്ട്രോ കെമിസ്ട്രി എന്ന് പറയുന്ന മൊഡ്യൂൾ. നോക്കുക, 2 മാർക്കിനാണ് ഇലക്ട്രോ കെമിസ്ട്രി എന്ന മൊഡ്യൂൾ നമുക്ക് പഠിക്കാനുള്ളത്. അടുത്തതായിട്ട് അനലിറ്റിക്കൽ പ്രിൻസിപ്പിൾസ്. നിങ്ങൾ +2 അല്ലെങ്കിൽ ഡിഗ്രി ലെവലിലൊക്കെ നിങ്ങൾ പ്രാക്ടിക്കൽ എക്സാമിനേഷൻസ് ഒക്കെ അറ്റൻഡ് ചെയ്തവരാണ്. അപ്പോൾ കുറച്ചും കൂടി നമ്മൾ ആ കാര്യങ്ങളെ ഒന്ന് റീകളക്ട് ചെയ്ത് എടുക്കുക എന്നുള്ളതാണ് ഇവിടെ പ്രധാനമായിട്ടും വരുന്നത്. നമ്മുടെ അനലിറ്റിക്കൽ പ്രിൻസിപ്പിൾസിലാവട്ടെ ഇൻഓർഗാനിക് ക്വാളിറ്റേറ്റീവ് അനാലിസിസ് നമുക്ക് പഠിക്കാനുണ്ട്, അതുപോലെ ക്വാണ്ടിറ്റേറ്റീവ് അനാലിസിസും നമുക്ക് പഠിക്കാനുണ്ട്. ക്വാളിറ്റേറ്റീവ് അനാലിസിസ് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവോ എന്നറിയില്ല. നമ്മൾ +2 പഠിക്കുമ്പോൾ തന്നെ നമ്മൾ മെയിനായിട്ട് ക്വാളിറ്റേറ്റീവ് അനാലിസിസ് ചെയ്യുമ്പോൾ ഓർക്കേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 തിയറി പാർട്ടുകളായിരുന്നു ഏതൊക്കെ? കോമൺ അയൺ എഫക്റ്റും അതുപോലെ സോലിബിലിറ്റി പ്രൊഡക്റ്റും. ദെൻ ക്വാണ്ടിറ്റേറ്റീവ് അനാലിസിസിൽ വരുന്നതാണ്, നിങ്ങൾക്കറിയാം, ആസിഡ് ബേസ് ടൈട്രേഷൻസ്, അതുപോലെ തന്നെ ഏതൊക്കെ ഇൻഡിക്കേറ്റേഴ്സ് ആണ്, എങ്ങനെയാണ് ടൈട്രേഷൻസ് എന്ന കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ക്വാണ്ടിറ്റേറ്റീവ് അനാലിസിസിൽ പഠിക്കാനുള്ളത്. ദെൻ വരുന്നതാണ് ഗ്രാവിമെട്രി എന്ന് പറയുന്ന ഒരു പോർഷൻ, ബേസിക് പ്രിൻസിപ്പിൾസ് ഓഫ് ഗ്രാവിമെട്രി. അത് മെയിനായിട്ട് നമ്മൾ ഡിഗ്രി ലെവലിലാണ് നമ്മൾ അത് പഠിച്ചു പോന്നിരുന്നത്, ഗ്രാവിമെട്രി എന്നുള്ളത്. അത് നിങ്ങൾക്ക് ഈ ഒരു പോർഷനിൽ പഠിക്കാനുണ്ട്. അതുപോലെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ക്രോമറ്റോഗ്രഫിയിൽ തന്നെ കോളം ക്രോമറ്റോഗ്രഫി, തിൻ ലെയർ ക്രോമറ്റോഗ്രഫി, ഗ്യാസ് ക്രോമറ്റോഗ്രഫി ആൻഡ് ഹൈ പെർഫോമൻസ് ലിക്വിഡ് ക്രോമറ്റോഗ്രഫി അഥവാ HPLC. ഇത്രയും കാര്യങ്ങളാണ് നിങ്ങളുടെ അനലിറ്റിക്കൽ പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്ന മൊഡ്യൂളിൽ അവർ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. 5ാമത്തെ മൊഡ്യൂളാണ് പോളിമേഴ്സ്. പോളിമേഴ്സിൽ നിന്ന് നമുക്ക് മെയിനായിട്ട് 3 മാർക്കിനാണ് എഗെയിൻ ചോദിച്ചിരിക്കുന്നത്. ക്ലാസിഫിക്കേഷൻ, പോളിമേഴ്സിൻ്റെ ക്ലാസിഫിക്കേഷൻ ചോദിച്ചിട്ടുണ്ട്, അതുപോലെ ടൈപ്സ് ചോദിച്ചിട്ടുണ്ട്, പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് പോളിമേഴ്സും അതിൻ്റെ പ്രിപ്പറേഷൻസും അതുപോലെ യൂസസും. ഇത്രയും കാര്യങ്ങളാണ് പോളിമേഴ്സ് എന്ന് പറയുന്ന മൊഡ്യൂളിൽ അവർ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ദെൻ 6ാമത്തെയാണ് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു മൊഡ്യൂളാണ് കെമിസ്ട്രി ഇൻ എവരിഡേ ലൈഫ്. അവിടെ നിന്ന് നിങ്ങൾക്ക് 3 മാർക്കിനാണ് മക്കളെ ക്വസ്റ്റ്യൻസ് ചോദിച്ചിരിക്കുന്നത്. കെമിസ്ട്രി ഇൻ എവരിഡേ ലൈഫ് എന്നൊക്കെ പറയുന്നത് നിങ്ങൾക്ക് സിമ്പിളായിട്ട് സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റുന്ന അങ്ങനത്തെ ഒരു മൊഡ്യൂളാണ്. അപ്പോൾ കെമിസ്ട്രി ഇൻ എവരിഡേ ലൈഫിൽ നിന്ന് ചോദിച്ചിരിക്കുന്നത് പ്രധാനമായിട്ടും സിമെൻറ്റിനെ കുറിച്ചും പെയിൻസിനെ കുറിച്ചും ഫുഡ് അഡിറ്റീവ്സിനെ കുറിച്ചാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഉൾപ്പെട്ടതാണ് എന്ത്, കെമിസ്ട്രി ഇൻ എവരിഡേ ലൈഫ് എന്ന് പറയുന്ന മൊഡ്യൂൾ. ദെൻ നമ്മൾ അടുത്ത മൊഡ്യൂളിലേക്ക് പോവുകയാണെങ്കിൽ ഫ്യൂവൽസ്, പ്രൊപ്പലൻസ് ആൻഡ് എക്സ്പ്ലോസീവ്. അവിടെ നിന്നും എന്താണ് 2 മാർക്കിനെ ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളൂ. അവിടെ മെയിനായിട്ട് നമുക്ക് ഫ്യൂവൽസിനെ കുറിച്ചും പ്രൊപ്പലൻസിനെ കുറിച്ചും അതിൻ്റെ എക്സാമ്പിൾസ് ആയിട്ടുള്ള TNT, TNG തുടങ്ങിയവയെ കുറിച്ചുമാണ് നമ്മൾക്ക് മെയിനായിട്ട് അതിൽ ഫോക്കസ് ചെയ്ത് പഠിക്കാനുള്ളത്. ഓക്കെ. ദെൻ 8ാമത്തെ മൊഡ്യൂളാണ് നാനോ മെറ്റീരിയൽസ്. എഗെയിൻ 3 മാർക്കിനാണ്. നാനോ മെറ്റീരിയൽസ് വരുമ്പോൾ അതിൻ്റെ ഡെഫിനിഷൻ പഠിക്കാനുണ്ട്, ക്ലാസിഫിക്കേഷൻ പഠിക്കാനുണ്ട്, പ്രിപ്പറേഷൻ പഠിക്കാനുണ്ട്, എഗെയിൻ പ്രോപ്പർട്ടീസും നമുക്ക് അവിടെ പഠിക്കാനുണ്ട്. എഗെയിൻ സെപ്പറേറ്റ് ആയിട്ട് ഫുള്ളറീൻസ്, കാർബൺ നാനോ ട്യൂബ്സിനെ കുറിച്ചും നമുക്ക് പഠിക്കാനുണ്ട്. എത്ര അടങ്ങിയതാണ് നാനോ മെറ്റീരിയൽസ് എന്ന് പറയുന്ന മൊഡ്യൂൾ. ദെൻ 9ാമത്തെ മൊഡ്യൂളാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മൊഡ്യൂളാണ്, 4 മാർക്കിന് ചോദിക്കുന്ന ഒരു മൊഡ്യൂളാണ് സ്പെക്ട്രോസ്കോപ്പി എന്ന് പറയുന്ന മൊഡ്യൂൾ. അതിൽ തന്നെ എല്ലാ ടൈപ്പ് സ്പെക്ട്രോസ്കോപ്പിയും നമ്മൾക്ക് പഠിക്കാനില്ല. ഏതൊക്കെയുള്ളൂ? UV വിസിബിൾ സ്പെക്ട്രോസ്കോപ്പി, ദെൻ IR സ്പെക്ട്രോസ്കോപ്പി, ദെൻ NMR സ്പെക്ട്രോസ്കോപ്പി. ഈ 3 സ്പെക്ട്രോസ്കോപ്പിയെ കുറിച്ച് മാത്രമാണ് നിങ്ങൾക്ക് സിലബസിൽ കൊടുത്തിരിക്കുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മൊഡ്യൂളാണ്, 4 മാർക്കിനാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ. ഇനി ലാസ്റ്റ് മൊഡ്യൂളാണ് എൻവയോൺമെന്റൽ കെമിസ്ട്രി. അതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, 4 മാർക്കിനാണ് ചോദിച്ചിരിക്കുന്നത്. അതും നിങ്ങൾക്ക് ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ഭാഗം തന്നെയാണ്. അതിൽ എയർ പൊല്യൂഷൻ,
അതുപോലെ വാട്ടർ പൊല്യൂഷൻ, സോയിൽ പൊല്യൂഷൻ, മേജർ എൻവയോൺമെന്റൽ ഡിസാസ്റ്റേഴ്സിനെ കുറിച്ചും നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. അതുപോലെ ഗ്രീൻ കെമിസ്ട്രി എന്ന് പറയുന്ന പോർഷനും കൂടി ഉൾപ്പെടുത്തിയിട്ടുള്ളതാണ് എന്ത്, എൻവയോൺമെന്റൽ കെമിസ്ട്രി എന്ന് പറയുന്ന 4 മാർക്കിനുള്ള നിങ്ങളുടെ മൊഡ്യൂൾ. നമ്മൾ ഓൾറെഡി പറഞ്ഞു നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നത് എപ്പോഴാണ് എക്സാം, ഓഗസ്റ്റ് ടു ഒക്ടോബർ, ഈ 3 മാസത്തിൽ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, ഈ 3 മാസത്തിൽ എപ്പോൾ വേണമെങ്കിൽ നമുക്ക് എന്താണ് നമ്മളുടെ എക്സാം എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമ്മുടെ സിലബസ് എന്ന് പറയുന്നത്. ഇനി ഹൗ ടു പ്രിപ്പയർ, എങ്ങനെ നമുക്ക് ഈ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി പറ്റും, എന്തൊക്കെ സ്ട്രാറ്റജീസ്, എന്തൊക്കെ പ്ലാൻസിലൂടെ, എന്തൊക്കെ സ്റ്റെപ്സിലൂടെ നമ്മൾക്ക് കടന്നു പോയാലാണ് എങ്ങനെയാണ് നമ്മൾക്ക് ഈ ഒരു എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി പറ്റുക, എങ്ങനെയാണ് നമുക്ക് കെമിസ്ട്രിയിൽ മാക്സിമം സ്കോർ നമുക്ക് അറ്റൈൻ ചെയ്യാൻ വേണ്ടി പറ്റുക എന്നുള്ളതാണ് നമ്മൾ അടുത്തതായിട്ട് നോക്കാൻ വേണ്ടി പോകുന്നത്. അതിൽ ഫസ്റ്റത്തെയാണ് നോ യുവർ സിലബസ്, അല്ലേ? അത് നമ്മൾ ഓൾറെഡി ഇപ്പോൾ അറിഞ്ഞു കഴിഞ്ഞു. നിങ്ങളുടെ സിലബസ് എന്താണെന്നുള്ളത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ജസ്റ്റ് ഒന്ന് നോക്കി ഇപ്പോൾ കഴിഞ്ഞതേ ഉള്ളൂ. അപ്പോൾ നോ യുവർ സിലബസ് എന്നുള്ളതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. അത് നമ്മൾ ഓൾറെഡി അറിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. എന്തൊക്കെയാണ് സിലബസിൽ വരുന്നത്, എത്ര മാർക്കിനാണ്, ഏതൊക്കെ മൊഡ്യൂളാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മളിപ്പോൾ പക്കയാക്കി വെച്ചിരിക്കുകയാണ്. ഇനി അടുത്തതാണ് ഗോ ത്രൂ ദ പ്രീവിയസ് പേപ്പേഴ്സ് ടു നോ ദ പാറ്റേൺ. ഒന്നുമില്ല, നിങ്ങൾ പഠിക്കണം എന്നില്ല. നിങ്ങൾ പഠിക്കുന്നതിന് മുന്നേ തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ നിങ്ങൾ സിലബസ് എടുത്തു വെക്കുക. അതുപോലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എല്ലാം തന്നെ നിങ്ങൾ കളക്ട് ചെയ്ത് നിങ്ങളുടെ അടുത്ത് വെക്കാം. എന്നിട്ട് ആ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിലൂടെ നിങ്ങൾ ഒന്ന് പോകുക. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഏതൊക്കെ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് അതിൽ ചോദിച്ചിരിക്കുന്നത്, എവിടെ നിന്നൊക്കെയാണ്, സിലബസിലെ ഏതൊക്കെ പാർട്ടിൽ നിന്നാണ് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് വന്നിരിക്കുന്നത്, എങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ആണ്, ന്യൂമറിക്കൽ പ്രോബ്ലംസ് ഏതൊക്കെ ടൈപ്പാണ് വന്നിരിക്കുന്നത്, ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആണോ, ഇൻഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആണോ, ട്രിക്കി ക്വസ്റ്റ്യൻസ് ആണോ എന്നുള്ളതൊക്കെ നിങ്ങൾക്കൊരു ധാരണ വരാൻ, അതായത് നമ്മൾ എക്സാമിനെ അപ്രോച്ച് ചെയ്യുന്നതിന് മുന്നേ തന്നെ അവരെങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മളോട് ചോദിക്കുന്നത് എന്ന് നമുക്ക് തന്നെ മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് പറഞ്ഞത്, ഗോ ത്രൂ ദ പ്രീവിയസ് പേപ്പേഴ്സ്. ഓക്കെ, ഇനി അടുത്ത സ്റ്റെപ്പാണ് പ്രിപ്പയർ എ എഫക്റ്റീവ് ടൈം ടേബിൾ. അതായത് ഞാനിവിടെ നിന്ന് നിങ്ങൾക്ക് ഒരു എഫക്റ്റീവ് ആയിട്ടുള്ള ടൈം ടേബിൾ ഇതാണെന്ന് പറഞ്ഞ് തരുന്നതിൽ യാതൊരു അർത്ഥവും ഇല്ല. കാരണം എന്താ, കാരണം നിങ്ങൾ ഈ ഒരു എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ഈ ഒരു പ്രേക്ഷകരിൽ തന്നെ നിങ്ങൾക്ക് വർക്ക് ചെയ്യുന്നവരുണ്ടായിരിക്കാം, ജോലിക്ക് പോകുന്നവരുണ്ടായിരിക്കാം, അതുപോലെ എന്തെങ്കിലും പഠിക്കുന്നവരുണ്ടായിരിക്കാം, അല്ലേ? അപ്പം നിങ്ങൾക്ക് എന്താണോ കൺവീനിയൻ്റ് ആയിട്ട് വരുന്നത്, ഏതാണോ കൺവീനിയൻറ്റ് ടൈം എന്നുള്ളത് നിങ്ങൾ നോക്കി അതിന് വേണ്ടിയിട്ട് ഒരു എഫക്റ്റീവ് ആയിട്ടുള്ള സ്റ്റഡി പ്ലാൻ പ്രിപ്പയർ ചെയ്യേണ്ടത് ആര് തന്നെയാണ്, നിങ്ങൾ തന്നെയാണ്. ഓക്കെ, അപ്പം നിങ്ങൾക്ക് ഏതൊക്കെ ടൈമിലാണ് നിങ്ങൾക്ക് ടൈം പിന്നെ സ്റ്റഡിക്ക് വേണ്ടി, അതായത് പഠിക്കാൻ വേണ്ടി ടൈം മാറ്റി വെക്കാൻ വേണ്ടി പറ്റുന്നത് എന്ന് നിങ്ങൾക്ക് തന്നെ അറിയുള്ളൂ. അപ്പോൾ നിങ്ങളുടെ കൺവീനിയൻറ്റ് ടൈം അനുസരിച്ച് നിങ്ങളൊരു എഫക്റ്റീവ് ആയിട്ടുള്ള സ്റ്റഡി പ്ലാൻ പ്രിപ്പയർ ചെയ്ത് വെക്കുക. പിന്നെ ഒരു കാര്യം നിങ്ങൾ ആലോചിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ഇപ്പോൾ ഒരു മാസത്തേക്ക് അല്ലെങ്കിൽ 3 ആഴ്ചത്തേക്കൊക്കെ അല്ല നിങ്ങൾ ടൈം ടേബിൾ പ്രിപ്പയർ ചെയ്ത് വെക്കേണ്ടത്. മാക്സിമം പോയാൽ 1 വീക്ക്. ഓക്കെ, 1 വീക്കിലേക്ക് ഒരു എഫക്റ്റീവ് സ്റ്റഡി പ്ലാൻ നിങ്ങൾ പ്രിപ്പയർ ചെയ്യാം. ഇനി അതും പറ്റിയില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാം, നാളെയാണ് നിങ്ങൾ തുടങ്ങാൻ വേണ്ടി പോകുന്നത് എന്ന് വെച്ചാൽ ഇന്ന് രാത്രി ഞാൻ നാളെ ഇന്നതൊക്കെയാണ് കവർ ചെയ്യാൻ വേണ്ടി പോകുന്നത് എന്നുള്ളത് ഒരു മികച്ച ഒരു സ്റ്റഡി പ്ലാൻ നിങ്ങൾക്ക് ഒഴിവുള്ള ടൈമിനനുസരിച്ച് നിങ്ങൾ പ്രിപ്പയർ ചെയ്ത് വെക്കുക. തലേന്ന് വെച്ചാൽ മതി, എന്നിട്ട് പിറ്റേന്ന് അതിനനുസരിച്ച് നിങ്ങൾ പോകാൻ വേണ്ടി ശ്രമിക്കാം. ഇനി ഏതെങ്കിലും ഒരു ദിവസം നിങ്ങൾക്ക് ആ ഒരു പ്ലാൻ, കറക്റ്റ് ആയിട്ടുള്ള ആ ഒരു പ്ലാൻ ഫോളോ ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടില്ല എന്ന് തന്നെ വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യരുത്, അവിടെ തളർന്നു പോകരുത് മക്കളെ. നിങ്ങൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ ആ പോയ പ്ലാനിനെ തിരിച്ചു പിടിക്കാൻ വേണ്ടി തൊട്ടടുത്ത ദിവസങ്ങളിൽ ഏതെങ്കിലും ഒന്ന് തിരഞ്ഞെടുക്കണം. അതിന് നമുക്ക് എന്താ വേണ്ടത്, ആ ഒരു പ്ലാൻ നമ്മുടെ കയ്യിൽ കിട്ടണമെങ്കിൽ നമ്മുടെ കയ്യിൽ അത്യാവശ്യം ദിവസങ്ങൾ വേണം, അല്ലേ? അതിനാണ് ഞാൻ ആദ്യം പറഞ്ഞത് നമ്മുടെ മുന്നിൽ ഇനി ഒരു 5 മാസമേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു 5 മാസം എന്ന് പറയുന്നത് നമ്മൾ ഇപ്പോൾ തുടങ്ങിയാൽ മാത്രമേ നമ്മുടെ ചുറ്റോറും നമുക്ക് ഏതെങ്കിലും ഒരു ഫംഗ്ഷനിൽ ചിലപ്പോൾ പങ്കെടുക്കേണ്ടതായിട്ട് വരും, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം നമുക്ക് ചുറ്റോറും അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാം. അപ്പോൾ ഏതെങ്കിലും ഒരു ദിവസം നിങ്ങൾക്ക് മിസ്സായി പോയാൽ അതിനെ മേക്കപ്പ് ചെയ്യാൻ വേണ്ടി വേറൊരു ദിവസം നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ നിങ്ങൾ ഇപ്പോൾ തന്നെ എന്ത് ചെയ്യണം, ഈ ഒരു പ്രാക്ടീസ് നിങ്ങൾ ചെയ്തുകൊണ്ട് പോകണം എന്നുള്ളതാണ്. അതാണ് പ്രിപ്പയർ ഒരു എഫക്റ്റീവ് ടൈം ടേബിൾ എന്നതുകൊണ്ട് ഞാനിവിടെ ഉദ്ദേശിച്ചത്. ഇന്ന് തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ ഒരു എഫക്റ്റീവ് ആയിട്ടുള്ള ടൈം ടേബിൾ നിങ്ങൾക്ക് പറ്റിയ നിങ്ങളുടെ കൺവീനിയൻ്റ് ആയിട്ടുള്ള ടൈമിൽ നിന്നുകൊണ്ട് ഒരു എഫക്റ്റീവ് ആയിട്ടുള്ള ടൈം ടേബിൾ വെച്ചുകൊണ്ട് ഇന്ന് തന്നെ നിങ്ങളുടെ പഠനം ആരംഭിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ,
ഇനി അടുത്തതായിട്ട് ഞാൻ പറയുന്നത് സ്ട്രോങ് ഫൗണ്ടേഷൻ. അതായത് നമ്മൾ ഈ ഒരു പ്രിപ്പറേഷൻ തുടങ്ങുന്നതിന് മുന്നേ നമ്മുടെ ബേസിസ് എന്ന് പറയുന്നത് വളരെ സ്ട്രോങ് ആയിരിക്കണം. ഒരു സ്ട്രോങ് ഫൗണ്ടേഷൻ നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. അതിന് പറ്റുന്ന എളുപ്പമായിട്ടുള്ള മാർഗം എന്ന് പറയുന്നത് നമുക്ക് എന്താണ്, നമ്മുടെ കെമിസ്ട്രിയിൽ സിലബസിലെ ആ ടോപ്പിക്കുകളെ കുറിച്ച് നമ്മൾക്ക് ഒരു വ്യക്തമായ ഒരു ധാരണ വേണം എന്നുള്ളതാണ്. ആ ധാരണ നമുക്ക് എങ്ങനെയാണ് കിട്ടുക? നമ്മുടെ സ്ട്രോങ് ഫൗണ്ടേഷൻ എവിടെ നിന്നാണ് തുടങ്ങേണ്ടത്? +1 +2 NCERT ബുക്സിൽ നിന്നാണ് നമ്മുടെ സ്ട്രോങ് ഫൗണ്ടേഷൻ തുടങ്ങേണ്ടത്. എവിടെ നിന്നാണ് മക്കളെ? +1 +2 NCERT ടെക്സ്റ്റ് ബുക്ക്. അതന്നെ പഴയ NCERT ടെക്സ്റ്റ് ബുക്കും നിങ്ങളെ കയ്യിൽ വേണം. അതുപോലെ പുതിയ NCERT ടെക്സ്റ്റ് ബുക്കും നിങ്ങളെ കയ്യിൽ വേണം. കാരണം പഴയ NCERT ടെക്സ്റ്റ് ബുക്കിൽ നിന്നും കുറച്ച് ടോപ്പിക്സ് നമ്മൾ എടുത്തു മാറ്റിയിട്ടുണ്ടായിരുന്നു. അതായത് സോളിഡ് സ്റ്റേറ്റ്, സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ, ഇലക്ട്രോ കെമിസ്ട്രി ഉണ്ട്. അതുപോലെ നമ്മുടെ കെമിസ്ട്രി ഇൻ എവറിഡേ ലൈഫ്, അങ്ങനത്തെ ടോപ്പിക്സ് ഒക്കെ പഴയ കെമിസ്ട്രി ടെക്സ്റ്റ് ബുക്കിൽ നിന്നും നമ്മൾ ഒഴിവാക്കിയിട്ടുണ്ട്. പുതിയ NCERT ടെക്സ്റ്റ് ബുക്ക് നമ്മൾ നോക്കുമ്പോൾ നമുക്കത് മനസ്സിലാവും. കാരണം ആ ടോപ്പിക്സുകളൊക്കെ മിസ്സാണ് പുതിയ NCERT ടെക്സ്റ്റ് ബുക്കിൽ. പക്ഷേ പഴയ NCERT ടെക്സ്റ്റ് ബുക്കിൽ എല്ലാ ടോപ്പിക്സും ഉണ്ട്. അപ്പോൾ അതും നിങ്ങളെ കയ്യിൽ വേണം. ഒപ്പം പുതിയ NCERT ടെക്സ്റ്റ് ബുക്കും നിങ്ങളെ കയ്യിൽ വേണം. അത് രണ്ടിൽ നിന്നും നിങ്ങൾ എന്ത് ചെയ്യുക? ഒരു ബേസിക് ഫൗണ്ടേഷൻ, ഒരു സ്ട്രോങ് ഫൗണ്ടേഷൻ നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുക. കാരണം ഒരു +2 ബേസിസിൽ കെമിസ്ട്രി പഠിച്ചവർ എൻ്റെ മുന്നിലുണ്ടായിരിക്കും. അതുപോലെ തന്നെ ഡിഗ്രി ലെവലിൽ കെമിസ്ട്രി കഴിഞ്ഞവരും എൻ്റെ മുന്നിലുണ്ടായിരിക്കും. അപ്പോൾ നമുക്ക് കോമൺ ആയിട്ട് എവിടെ നിന്നേ തുടങ്ങാൻ പറ്റുള്ളൂ? +2, +1, +2 ലെവലിൽ നിന്നേ നമുക്ക് തുടങ്ങാൻ പറ്റുള്ളൂ. അതിന് ഏറ്റവും ബെസ്റ്റ് ആണ് എന്ത്? +1 +2 NCERT ടെക്സ്റ്റ് ബുക്ക് നിങ്ങൾ വാങ്ങിക്കുക. അതുപോലെ നിങ്ങളുടെ പഠനം എത്രയും പെട്ടെന്ന് തന്നെ തുടങ്ങുക. ഓക്കെ, ഇനി അടുത്തതാണ് പ്രാക്ടീസ് പ്രീവിയസ് പേപ്പേഴ്സ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇനി നമുക്ക് എന്ത് ചെയ്ത് തുടങ്ങാം? നമ്മുടെ പ്രീവിയസ് പേപ്പേഴ്സ് മാത്രം എന്ന് ഞാൻ പറയില്ല. അതായത് ലീഗൽ മെട്രോളജി ഇൻസ്പെക്ടറുടെ പ്രീവിയസ് പേപ്പേഴ്സ് മാത്രമല്ല, നിങ്ങൾക്ക് സയന്റിഫിക് ഓഫീസറുടെ പ്രീവിയസ് പേപ്പേഴ്സ് നിങ്ങൾക്ക് കളക്ട് ചെയ്യാം. ഫിംഗർ പ്രിന്റ് സെർച്ചറുടെ അതുപോലെ തന്നെ നമ്മുടെ പ്രീവിയസ് പേപ്പേഴ്സ് നിങ്ങൾക്ക് കളക്ട് ചെയ്ത് പഠിക്കാം. അപ്പോൾ ഇതിൽ നിന്നൊക്കെ നമുക്ക് കോമൺ ആയിട്ട് വരുന്ന കുറച്ച് ടോപ്പിക്സുകൾ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ക്വസ്റ്റ്യൻസും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? പ്രിപ്പയർ ചെയ്ത് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ വേണ്ടി പറ്റും. ഓക്കെ, അപ്പോൾ അതാണ് പ്രാക്ടീസ് പ്രീവിയസ് പേപ്പേഴ്സ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്തതായിട്ട് നമ്മൾ മെയിൻ ആയിട്ട് നോക്കേണ്ടതാണ് പ്രോപ്പർ റിവിഷൻ. അതായത് നമ്മൾ പഠിച്ചുകൊണ്ട് മാത്രം കാര്യമില്ല, അതിനെ പ്രോപ്പറായിട്ട് റിവൈസ് ചെയ്ത് കൊണ്ടുപോകാനും നമ്മളെ കൊണ്ട് പറ്റണം. അതിന് ഞാൻ ഇവിടെ കൊടുത്തിരിക്കുന്ന ഒരു എഫക്റ്റീവ് ആയിട്ടുള്ള ടെക്നിക്കാണ് 147 എന്ന് പറയുന്ന ഒരു റൂൾ. അതായത് നമ്മൾ ആദ്യത്തെ ദിവസം ഒരു കാര്യം പഠിക്കുന്നു. അപ്പോൾ നിങ്ങൾ ഓട്ടോമാറ്റിക്കലി പഠിച്ച കാര്യം എന്തായാലും ഒന്ന് റിവൈസ് ചെയ്ത് നോക്കാൻ വേണ്ടി ശ്രമിക്കും അല്ലേ? അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ 4th ഡേ, 4ാമത്തെ ദിവസം അതൊന്നുകൂടി എടുത്ത് നിങ്ങൾ റിവൈസ് ചെയ്ത് നോക്കാം. ഓർമ്മയിൽ വരുന്നുണ്ടോ എന്നുള്ള കാര്യം ഒന്ന് ചെക്ക് ചെയ്യുക. ഇല്ലെങ്കിൽ ഒന്നുകൂടി അതൊന്ന് പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക, റിവൈസ് ചെയ്ത് നോക്കാം. ഓക്കെ, അത് കഴിഞ്ഞ് 7ാമത്തെ ദിവസം, ആദ്യത്തെ ദിവസം 4th ഡേ, പിന്നെ 7ാമത്തെ ദിവസം, അങ്ങനെ 7ാമത്തെ ദിവസത്തെയും കൂടി റിവിഷൻ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആ ഒരു റിവൈസ് ചെയ്ത ടോപ്പിക്ക് അല്ലാതെ തന്നെ നിങ്ങളുടെ മൈൻഡിൽ ഏറെയും നിങ്ങളുടെ മൈൻഡിൽ തങ്ങി നിൽക്കും എന്നുള്ളതാണ്. ഇതൊരു സയൻറ്റിഫിക് ആയിട്ടുള്ളൊരു ടെക്നിക്കാണ്. നിങ്ങൾ എന്തായാലും ശ്രമിച്ചു നോക്കുക. ഞാൻ ശ്രമിച്ച് എഫക്റ്റീവായിട്ട് എനിക്ക് തോന്നിയതുകൊണ്ടാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ 1st ഡേ, 4th ഡേ, അതുപോലെ 7th ഡേ, ഇത്രയും ഡേയ്സിൽ നിങ്ങൾ എന്ത് ചെയ്യുക? ഒന്ന് റിവൈസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ അത് മാത്രമല്ല, ഇപ്പോൾ ഒരു കാര്യം കൂടി ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, പലരുടെയും മെമ്മറി കപ്പാസിറ്റി ചിലപ്പോൾ ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ ചിലവർക്ക് ചിലപ്പോൾ കൂടുതൽ നേരം റിവൈസ് ചെയ്യേണ്ടി വന്നേക്കാം. എന്നാൽ കൂടിയും നിങ്ങൾ എന്ത് ചെയ്യുക? റിവിഷൻ എന്ന ഒരു പ്രോസസ്സ് മാറ്റി നിർത്തരുത്. റിവിഷനാണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. ഓക്കെ, ഇനി അടുത്ത് നോക്കുക, ഇൻക്രീസ് കാൽക്കുലേഷൻ സ്പീഡ്. അതായത് ഒരുപാട് ന്യൂമറിക്കൽ പ്രോബ്ലംസ് ഒക്കെ നിങ്ങളോട് ചോദിക്കാതെ ഇരിക്കാം. കാരണം നിങ്ങൾക്ക് തന്നിരിക്കുന്ന സിലബസ് പ്രകാരം ന്യൂമറിക്കൽ പ്രോബ്ലംസ് ചോദിക്കുന്ന ഏരിയാസ് കുറച്ച് കുറവാണ്. മൊഡ്യൂൾസ്, അതായത് സോളിഡ് സ്റ്റേറ്റിൽ നിന്ന് കുറച്ച് ന്യൂമറിക്കൽ പ്രോബ്ലംസ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ വേണ്ടി പറ്റും. അതുപോലെ സൊല്യൂഷൻസ്, ദെൻ ഇലക്ട്രോ കെമിസ്ട്രി, ഈ 3 മൊഡ്യൂൾസ് ആണ് മെയിൻ ആയിട്ട് ന്യൂമറിക്കൽ പ്രോബ്ലംസ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ വേണ്ടി പറ്റുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ചോദിക്കുന്ന ന്യൂമറിക്കൽ പ്രോബ്ലംസ് ആയിക്കോട്ടെ എത്രത്തോളം ട്രിക്കി ആണെന്നുള്ളതും എത്രത്തോളം ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആണെന്നുള്ളതും നിങ്ങൾക്ക് പ്രീവിയസ് ഇയേഴ്സും അതുപോലെ തന്നെ മറ്റ് പോസ്റ്റുകളിൽ ചോദിച്ചിരിക്കുന്ന ഓരോ പേപ്പേഴ്സ് കളക്ട് ചെയ്ത് നിങ്ങൾ ചെയ്യാൻ വേണ്ടി തുടങ്ങിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, അപ്പോൾ ഏറ്റവും കൂടുതൽ എത്ര
എത്രത്തോളം നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് കളക്ട് ചെയ്ത് നിങ്ങൾക്ക് നിങ്ങളുടെ സ്പീഡ് കൂട്ടാൻ വേണ്ടി പറ്റുമോ അത്രത്തോളം നല്ലതാണ് നിങ്ങളുടെ എക്സാംസിനും. അതുപോലെ തന്നെ നിങ്ങൾക്ക് അത്രയും ടൈം നിങ്ങൾക്ക് ലാഭമാണ്. ഓക്കെ, അപ്പോൾ ആ ഒരു പ്രോസസ്സും ആ ഒരു സ്റ്റെപ്പും നിങ്ങൾ എന്തായാലും മിസ് ചെയ്യരുത്. ഓക്കെ, അപ്പോൾ കാൽക്കുലേഷൻ സ്പീഡ് ഇൻക്രീസ് ചെയ്യുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നമ്മൾ പ്രോബ്ലംസിനെ അപ്രോച്ച് ചെയ്ത് നമ്മൾ ചെയ്ത് പഠിച്ചാൽ തന്നെ ഒരു പ്രോബ്ലം നമുക്ക് കിട്ടുമ്പോൾ പെട്ടെന്ന് അതിൻ്റെ ടെക്നിക്ക് ലോജിക്ക് നമുക്ക് മനസ്സിലാവാനും പെട്ടെന്ന് തന്നെ അതിൻ്റെ കാൽക്കുലേഷൻസ് കംപ്ലീറ്റ് ചെയ്യാനും നമുക്ക് മനസ്സിലാവുള്ളൂ. ഒരു കാൽക്കുലേഷൻ അല്ലെങ്കിൽ ഒരു പ്രോബ്ലത്തിനെ നമ്മൾ ആദ്യമായിട്ട് ഫേസ് ചെയ്യുന്ന ഒരാളും ഒരുപാട് പ്രോബ്ലംസ് ചെയ്ത് പ്രാക്ടീസ് ചെയ്തിട്ട് എക്സ്പീരിയൻസ് അല്ലെങ്കിൽ പ്രാക്ടീസ് ചെയ്തിട്ട് അന്നേരം നോക്കുന്ന ഒരാളും തമ്മിൽ എൻറ്റയർലി ഡിഫറെൻ്റ് ആണ് അല്ലേ. ആദ്യമായിട്ട് ചെയ്യുന്ന ആൾ എടുക്കുന്ന ടൈം ആവില്ല പ്രാക്ടീസ് ചെയ്ത് ഇന്ന് കൊണ്ട് എടുക്കുന്ന ആൾ എടുക്കുന്ന ടൈം. ഓക്കെ, അപ്പോൾ അത് രണ്ടും തമ്മിൽ എന്താണ് വ്യത്യാസമുണ്ട്. അപ്പോൾ നിങ്ങൾ കാൽക്കുലേഷൻ സ്പീഡ് ഇൻക്രീസ് ചെയ്യണമെങ്കിൽ എന്താണ് മാക്സിമം ന്യൂമറിക്കൽ പ്രോബ്ലംസ് നിങ്ങൾ കളക്ട് ചെയ്ത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് നോക്കാം. ഓക്കെ, ഇനി ലാസ്റ്റ് സ്റ്റെപ്പാണ് മോക്ക് ടെസ്റ്റ്. എന്തായാലും മോക്ക് ടെസ്റ്റുകളെല്ലാം തന്നെ നിങ്ങൾ അറ്റൻഡ് ചെയ്യണം. മാക്സിമം ക്വസ്റ്റ്യൻസുമായിട്ട് നിങ്ങൾക്ക് പരിചയമാവണം. എന്നാൽ മാത്രമേ നമ്മൾക്ക് ഏതൊരു ക്വസ്റ്റ്യൻ നമ്മളോട് ചോദിച്ചാലും ഏതൊരു ഏരിയയിൽ നിന്ന് ചോദിച്ചാലും നമുക്ക് പെട്ടെന്ന് തന്നെ ആ ഒരു ക്വസ്റ്റ്യൻസിനെ നമുക്ക് മനസ്സിലാക്കാനും അതുപോലെ അറ്റൻഡ് ചെയ്യാനും നമ്മളുടെ മാർക്കിനെ അതുപോലെ റാങ്കിനെ എത്രത്തോളം ബൂസ്റ്റ് ചെയ്യാനും നമുക്ക് സാധിക്കുള്ളൂ. അപ്പോൾ ഇത്രയും സ്റ്റെപ്സ് അല്ലേ ഞാനിവിടെ കൊടുത്തിരിക്കുന്ന ഇത്രയും സ്റ്റെപ്സിലൂടെ നിങ്ങൾ കടന്നു പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് കെമിസ്ട്രി എന്ന സബ്ജക്റ്റ് മാത്രമല്ല ഏതൊരു സബ്ജക്റ്റ് ആയിക്കോട്ടെ ഏതൊരു സിലബസിലെ ഏതൊരു പോർഷൻ ആയിക്കോട്ടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, നിങ്ങൾക്ക് മാക്സിമം അതിൽ സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റും. ഒരു 30 മാർക്കിനാണ് നമ്മളുടെ കെമിസ്ട്രിയിലെ ചോദ്യമെങ്കിൽ ഒരു 5 ക്വസ്റ്റ്യൻസ് നമ്മൾ മാറ്റുക എന്ന് വിചാരിക്കാം. 5 ക്വസ്റ്റ്യൻസ് മാറ്റി നിർത്തിയാലും 25 എണ്ണം നിങ്ങൾക്ക് ഷുവറാണ്, പക്കയാണ്, 100% ഉറപ്പാണ് നിങ്ങൾ 25 ക്വസ്റ്റ്യൻസ് നിങ്ങൾ അതിൽ അറ്റൻഡ് ചെയ്തിരിക്കും എന്നുള്ളത് അത്രയും ഞാൻ ഷുവറായിട്ട് തന്നെ പറയും. ഓക്കെ, അപ്പോൾ 25 ക്വസ്റ്റ്യൻസ് മാത്രം നമുക്ക് ഉറപ്പായിട്ട് അറ്റൻഡ് ചെയ്താൽ പോരാ, 30-ൽ 30 തന്നെ നമുക്ക് നേടാൻ വേണ്ടി പറ്റണം. അതിന് വേണ്ടിയിട്ടുള്ള സ്ട്രാറ്റജിയാണ് ഞാനിവിടെ ഇന്നിവിടെ കൊടുത്തിരിക്കുന്നത്, ഇന്നിവിടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇങ്ങനെയൊക്കെയാണ് നമ്മളുടെ സ്റ്റഡി പ്ലാൻ എങ്കിലും അല്ലെങ്കിൽ പ്രിപ്പറേഷൻ സ്ട്രാറ്റജി എങ്കിലും ചിലരെങ്കിലും ഫേസ് ചെയ്യുന്ന ഒരു ഇഷ്യൂ ആണ് ഇൻകൺസിസ്റ്റൻസി അഥവാ കൺസിസ്റ്റൻ്റ് ആയിട്ട് പഠനം തുടർന്ന് കൊണ്ടുപോകാൻ പറ്റാത്തൊരവസ്ഥ, അല്ലെങ്കിൽ തുടക്കത്തിലുള്ളൊരു ആവേശം ഒടുക്കം വരെ കൊണ്ടുപോകാൻ പറ്റാത്തൊരവസ്ഥ, അല്ലെങ്കിൽ ഒരു മോട്ടിവേഷൻ നമുക്ക് എപ്പോഴും ഉള്ളിൽ നിന്ന് കീപ്പ് ചെയ്യാൻ വേണ്ടി പറ്റാത്തൊരവസ്ഥ, അതും അല്ലെങ്കിൽ സെൽഫ് ലേണിംഗ് നല്ല എഫക്റ്റീവായിട്ട് കൊണ്ടുപോകാൻ പറ്റാത്തൊരവസ്ഥ. ആരുമാവട്ടെ ഏതൊരു സിറ്റുവേഷനും ആവട്ടെ നിങ്ങളെ എപ്പോഴും സപ്പോർട്ട് ചെയ്യാനാണ് ഏണസ്റ്റ് അക്കാദമി നിങ്ങളുടെ കൂടെ എപ്പോഴും ഉണ്ട്. അതായത് ഞങ്ങൾ ലീഗൽ മെട്രോളജി ഇൻസ്പെക്ടറുടെ ലോങ് ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഞങ്ങളുടെ കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന ഗൂഗിൾ ഫോമിൽ ഫിൽ ചെയ്താൽ മതി, അല്ലെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. അപ്പോൾ ലീഗൽ മെട്രോളജി ഇൻസ്പെക്ടർ എന്ന പോസ്റ്റിലേക്ക് തയ്യാറെടുക്കുന്ന എല്ലാവർക്കും ഓൾ ദ വെരി ബെസ്റ്റ്. മറ്റൊരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.